everyone, welcome back to Aegis International Academy. Hi, Jasna and welcome to our German language course. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മനിൽ എങ്ങനെയാണ് സെന്റൻസ് ബിൽഡ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് സെന്റൻസ് സ്ട്രക്ചർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ആണ് സാറ്റ്സ് സ്ട്രക്ചർ. സാറ്റ്സ് സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ. ഓക്കെ, സോ മൂന്ന് ടൈപ്പ് സെന്റൻസുകളുണ്ട്. ഔസാഗെ, വേഫ്രാഗൻ, ഗ്യാൻ ആൻഡ് ഫ്രാഗൻ. ഓക്കെ, സോ ഔസാഗെ എന്ന് പറയുമ്പോൾ നോർമൽ സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ്. വേഫ്രാഗൻ മീൻസ് WH ക്വസ്റ്റ്യൻസ്. യാൻ ആൻഡ് ഫ്രാഗൻ എന്ന് പറയുമ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റും ഉണ്ട്. വേഫ്രാഗൻ, യാൻ ആൻഡ് ഫ്രാഗൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഔസാഗെ സെറ്റ്സ്. ഔസാഗെ സെറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റിൽ എങ്ങനെയാണ് സെന്റൻസ് സ്ട്രക്ചർ നമുക്ക് നോക്കിയാലോ. വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഉള്ളത്. ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റില് വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് ഉള്ളത്. നമുക്ക് സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ മീൻസ് സ്ട്രക്ചർ. സുബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ്. ബാക്കി എന്താണോ ഉള്ളത് അത് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് ഉള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ സുബ്ജക്ട്, സെക്കൻഡ് പൊസിഷനിൽ മസ്റ്റ് ആയിട്ടും വെർബ് തന്നെയാണ് ഉള്ളത്. അതിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. പിന്നെ ബാക്കി എന്താണോ അത് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബൈസ്പീല നോക്കാം. ബൈസ്പീല മീൻസ് എക്സാമ്പിൾസ്. Ich lerne Deutsch. Ich lerne Deutsch. ഓക്കെ, ഇവിടെ വെർബ് എന്താണ്? ലേൺ. ലേൺ നമുക്കറിയാം എന്തിന്റെ കോൺജുഗേഷൻ ആണ്? ലേണൻ. ഓക്കെ, ലേണൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് ലേൺ. ലേണൻ മീൻസ് ടു ലേൺ. സോ ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണ്? ഐ ലേൺ ജർമ്മൻ. ഓക്കെ, സോ ഇവിടെ കണ്ടോ, വെർബ് സെക്കൻഡ് പൊസിഷനിലാണുള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ എന്താണ്? സുബ്ജക്റ്റ് ആണ്. സുബ്ജക്റ്റ് അവിടെ എന്താണ്? ഇഹ്. സോ അവിടെ സുബ്ജക്റ്റ് ആണ്. ലേൺ അവിടെ വെർബാണ്. ഓക്കെ, വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലാണ് ഉള്ളത്. പിന്നെ ബാക്കി എന്താണോ ഉള്ളത് അത് ലാസ്റ്റ് ആഡ് ചെയ്യാം. അടുത്തൊരു സെന്റൻസ് നോക്കാം. സി ഗേറ്റ് ഹോയിറ്റെ ഇൻസ് കീനോ. സി ഗേറ്റ് ഹോയിറ്റെ ഇൻസ് കീനോ. ഇവിടെ വെർബ് എന്താണ്? ഗേറ്റ്. ഗേൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് ഗേറ്റ്. സോ അതിവിടെ സെക്കൻഡ് പൊസിഷനിലാണ് ഉള്ളത്. സുബ്ജക്റ്റ് എന്താണ്? സി. സി ആണ് ഇവിടെ സുബ്ജക്റ്റ്. സോ സി സുബ്ജക്റ്റ് ആണ്. ഇവിടെ ഇഹാണ് സുബ്ജക്റ്റ്. ഇവിടെ ലേണൻ ആണ് വെർബ്. ഇവിടെ ഗേറ്റ് ആണ് വെർബ്. ഗേറ്റ് എന്നുള്ളത് ഗേൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ്. സോ ഇവിടെ കണ്ടോ, വെർബ് സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ്, യാതൊരുവിധ ചേഞ്ചും ഇല്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റില് വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ്. അതിന് യാതൊരുവിധ ചേഞ്ചും വരുത്തരുത്. ഓക്കെ, അടുത്ത നോക്കാം. വേഫ്രാഗ്. വേഫ്രാഗ്. വേഫ്രാഗ് മീൻസ് എന്താണ്? WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ഒരു നോർമൽ സെന്റൻസ് സ്ട്രക്ചർ നോക്കിയാലോ. സോ വേഫ്രാഗ് അല്ലെങ്കിൽ വേ വോട്ട്. വേ വോട്ട് ഏതൊക്കെയാണ്? വാസ്, വെൽഷ്, വോഹിൻ, വോഹെർ, അങ്ങനെ കുറെ ഉണ്ടല്ലേ വേഫ്രാഗേസ്. സോ ആ വേഫ്രാഗെ അല്ലെങ്കിൽ വേ വോട്ട് നമ്മൾ ഫസ്റ്റ് പൊസിഷനിലാണ് ഇടുന്നത്. എവിടെയാണ്? ഫസ്റ്റ് പൊസിഷൻ. അതിന് ചേഞ്ച് ഒന്നും ഇല്ല. അടുത്തത് വെർബ്. വെർബ് അവിടെയും സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ പഠിച്ചു നോർമൽ സ്റ്റേറ്റ്മെന്റില് വെർബ് സെക്കൻഡ് പൊസിഷനിലാണ്. അതേപോലെ തന്നെയാണ് വേഫ്രാഗയിലും. വേഫ്രാഗയിലും വെർബ് സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് വരുന്നത്? വേ വോട്ട് അല്ലെങ്കിൽ വേഫ്രാഗെ ഏതാണോ അതാണ് അവിടെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. നമുക്ക് സ്ട്രക്ചർ നോക്കാം. വേ വോട്ട് ഫസ്റ്റ് പൊസിഷൻ പ്ലസ് വെർബ്. വെർബ് സെക്കൻഡ് പൊസിഷൻ പ്ലസ് സുബ്ജക്റ്റ്. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ സുബ്ജക്റ്റ് ഫസ്റ്റ് അല്ല ഇടുന്നത്. സോ സുബ്ജക്റ്റ് ഫസ്റ്റിൽ ഇടാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ ഡയറക്ട്ലി ആഫ്റ്റർ ദ വെർബ്, വെർബിന് ശേഷം ഉടനെ നമ്മൾ സുബ്ജക്റ്റ് യൂസ് ചെയ്യും. ഓക്കെ, പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. പിന്നെ ബാക്കി എന്താണോ അത് അവിടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യാം. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ വേ വോട്ട് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ്. സോ നമുക്ക് ബൈസ്പീല നോക്കാം. വോ വോൺസ് ടു. വോ വോൺസ് ടു. നമുക്കറിയാം വോ എന്നുള്ളത് ഒരു വേഫ്രാഗെ ആണ്. വോൺസ്റ്റ് എന്നുള്ളത് എന്താണ്? ഒരു വെർബാണ്. വോണൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് വോൺസ്റ്റ്. ഡു എന്താണ് അവിടെ? സുബ്ജക്റ്റ് ആണ്, ഒരു പേഴ്സണൽ പ്രൊണോമൻ ആണ് അല്ലേ. സോ അതൊരു സുബ്ജക്റ്റ് ആണ്. സോ വോ എന്നുള്ളത് അവിടെ വേഫ്രാഗെ ആണ്. സോ അത് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നു.
വോൺസ്റ്റ് എന്നുള്ളത് അവിടെ ഒരു വെർബ് ആണ്. സോ അത് സെക്കൻഡ് പൊസിഷൻ. ഡു എന്ന് പറയുന്നത് സുബ്ജക്റ്റ് ആണ്. സോ ഡു വെർബിന് ശേഷം ഉടനെ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ബൈസ്പീല നോക്കാം. വാൻ കോംഡ് ദർ ബുസ്. വാൻ കോംഡ് ദർ ബുസ്. വാൻ മീൻസ് വെൻ. കോംഡ് നമുക്കറിയാം കോമൺ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് കോംഡ്. ദർ ബുസ്. ഓക്കെ, സോ ദർ ബുസ് എന്നുള്ളത് അവിടെ സുബ്ജക്റ്റ് ആണ്. ഇവിടെയും വേവ് ഫ്രാഗ് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ ഇടുന്നു. സെക്കൻഡ് പൊസിഷൻ എന്താണ്? വെർബ്. തേർഡ് പൊസിഷൻ ഡയറക്ട്ലി ആഫ്റ്റർ ദി വെർബ് എന്താണ്? സുബ്ജക്റ്റ്. സോ കണ്ടോ, ഇവിടെയും വെർബിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് വെർബ് വരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ എന്താണ്? വേവ് ഫ്രാഗ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് യാൻ ആൻഡ് ഫ്രാഗെ. യാൻ ആൻഡ് ഫ്രാഗെ അല്ലെങ്കിൽ yes or no questions. സോ യാൻ ആൻഡ് ഫ്രാഗയില് വെർബിന്റെ പൊസിഷൻ ഫസ്റ്റ് ആയിരിക്കും. ശ്രദ്ധിക്കുക, വെർബിന്റെ പൊസിഷൻ എവിടാണ്? ഫസ്റ്റ് പൊസിഷനിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? വേവ് ഫ്രാഗയിലും ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റിലും സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വരുന്നതെന്നായിരുന്നു. പക്ഷേ ഈ ഒരു കണ്ടീഷൻ, അതായത് യാൻ ആൻഡ് ഫ്രാഗയില് വെർബ് ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് സ്ട്രക്ചർ നോക്കിയാലോ. വെർബ് പ്ലസ് സുബ്ജക്റ്റ് പ്ലസ് റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് എന്താണോ അതവിടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യുക. കാരണം ഇതൊരു ഫ്രാഗയാണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ആഡ് ചെയ്യണം. സോ വെർബ് ആണ് അവിടെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ സുബ്ജക്റ്റ് ആഡ് ചെയ്യാം. സോ വെർബ് ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു യാൻ ആൻഡ് ഫ്രാഗെ ആയിരിക്കും. നമുക്ക് ബൈസ്പീലെ നോക്കാം. കോംസ് ടു ഹോയിറ്റ്. കോംസ് ടു ഹോയിറ്റ്. കോംസ് എന്നുള്ളത് എന്താണ്? അവിടെ വെർബാണ്. കോംസ്റ്റ് ഡു എന്നുള്ളതോ സുബ്ജക്റ്റ് ആണ്. ഓക്കെ, പിന്നെ എന്താണോ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് അത് അവിടെ ആഡ് ചെയ്യാം. സോ കോംസ് നമുക്കറിയാം കോമൺ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് കോംസ്റ്റ്. സോ ആർ യു കമ്മിങ് ടുഡേ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതൊരു യാൻ ആൻഡ് ഫ്രാഗ് അല്ലെങ്കിൽ yes or no ക്വസ്റ്റ്യൻ ആണ്. സോ yes or no ക്വസ്റ്റ്യനിൽ നമ്മൾ വെർബ് ഫസ്റ്റ് പൊസിഷനിലാണ് ആഡ് ചെയ്യുന്നത്. അടുത്തത് നോക്കാം. ഹാസ് ടു സൈറ്റ്. ഹാസ് ടു സൈറ്റ്. ഓക്കെ, അവിടെ ഹാസ് എന്നുള്ളതാണ് വെർബ്. ഹാബൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ് ഹാസ്റ്റ്. ഹാസ് ടു സൈറ്റ്. ഡു യു ഹാവ് ടൈം. സോ ഇവിടെയും വെർബ് ഫസ്റ്റ് പൊസിഷനിലാണ് വരുന്നത്. അതൊരു യാൻ ആൻഡ് ഫ്രാഗെ ആയതുകൊണ്ടാണ് ഫസ്റ്റ് പൊസിഷനിൽ വെർബ് വരുന്നത്. സോ ഹാസ്റ്റ് ഡു സൈറ്റ് yes or no ക്വസ്റ്റ്യൻ ആണ്. യാൻ ആൻഡ് ഫ്രാഗയുടെ ആൻഡ് വേർഡ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ, ഒന്നെങ്കിൽ യാ അല്ലെങ്കിൽ നൈൻ. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് യാ നൈൻ ഫ്രാഗെ എന്ന് പറയുന്നത്. അങ്ങനെ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ യാ നൈൻ ഫ്രാഗെ എന്ന് പറയുന്നത്. സോ കോംസ് ടു ഹോയിറ്റ് യാ ഓർഡർ നൈൻ എന്താണോ നിങ്ങൾ അവിടെ യൂസ് ചെയ്യാം. ഹാസ് ടു സൈറ്റ് യാ ഓർഡർ നൈൻ. ഓക്കെ, സോ കോംസ് എന്നുള്ളതാണ് അവിടെ വെർബ്, ഹാസ് എന്നുള്ളതാണ് അവിടെ വെർബ്. സോ വെർബ് എപ്പോഴും ഫസ്റ്റ് പൊസിഷനിലായിരിക്കും യാ നൈൻ ഫ്രാഗയിൽ വരുന്നത്. ഇനി ഇൻവേർഷൻ. ഇൻവേർഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നോർമൽ സ്റ്റേറ്റ്മെന്റിൽ എവിടെയാണ് വെർബ് വരുന്നത്? സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വരുന്നത്. ഫസ്റ്റ് പൊസിഷനിൽ എന്താണ്? സുബ്ജക്റ്റ് ആണ് വരുന്നത്. ഇനി ചില കണ്ടീഷനുകളിൽ സുബ്ജക്റ്റ് ഫസ്റ്റ് പൊസിഷനിൽ വരാതെ ഡയറക്ട്ലി ആഫ്റ്റർ ദ വെർബ് വരും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. When site oder Ort zuerst kommt, Verb bleibt Position 2, Subjekt kommt nach dem Verb. ഓക്കെ, സൈറ്റ് അല്ലെങ്കിൽ ഓർട്ട്, അതായത് ടൈം അല്ലെങ്കിൽ പ്ലേസ് ഫസ്റ്റ് പൊസിഷനിൽ വരുവാണെങ്കിൽ വെർബ് സെക്കൻഡ് പൊസിഷനിലാണ്. തേർഡ് പൊസിഷൻ അതായത് ഡയറക്ട്ലി ആഫ്റ്റർ ദ വെർബ് വരുന്നത് നമ്മുടെ സുബ്ജക്റ്റ് ആണ്. സോ സൈറ്റ് അല്ലെങ്കിൽ ഓർട്ട്, ടൈം അല്ലെങ്കിൽ ലൊക്കേഷൻ ആണ് ഫസ്റ്റ് പൊസിഷനിൽ സുബ്ജക്റ്റിന് പകരം വരുന്നതെങ്കിൽ നമ്മൾ വെർബിന് ശേഷം ഉടനെ നമ്മൾ സുബ്ജക്റ്റ് ആഡ് ചെയ്യണം. വെർബ് എവിടാണ്? സെക്കൻഡ് പൊസിഷനിലാണ്. അതിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. സോ നമുക്ക് സ്ട്രക്ചർ നോക്കാം. സൈറ്റ്, ഓർഡർ, ഓർട്ട്. ടൈം അല്ലെങ്കിൽ ലൊക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ സൈറ്റിന്റെ ആഡ്വേർബ് ആകാം, എന്ത് രീതിയിലും ആകാം. സോ വെർബ് സെക്കൻഡ് പൊസിഷനിലാണ്. സുബ്ജക്റ്റ് വെർബിന് ശേഷം നമ്മൾ ഉടനെ യൂസ് ചെയ്യണം. പിന്നെ ലാസ്റ്റ് റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എഴുതാം. ബൈസ്പില നോക്കാം. ഹോയ്റ്റ് ഗേ ഇഹ് ഇൻസ് കിനോ. ഹോയ്റ്റ് ഗേ ഇഹ് ഇൻസ് കിനോ. സോ ഇവിടെ ഹോയ്റ്റ് എന്നുള്ളത് ഒരു ടൈം ആഡ്വേർബ് ആണ്. ഹോയ്റ്റ് മീൻസ് ടുഡേ.
സോ അത് നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ എഴുതി. ഇവിടെ സുബിയക്റ്റ് അല്ല നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനിൽ എന്താണ്? വെർബാണ്. ഗേ എന്നുള്ളത് ഗെയിൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ്. ഗെയിൻ മീൻസ് ടു ഗോ. സോ വെർബ് അവിടെ സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ്, അതിന് യാതൊരു ചേഞ്ചും ഇല്ല. സോ തേർഡ്, ഡയറക്ട്ലി ആഫ്റ്റർ ദി വെർബ് എന്തായിരിക്കും വരുന്നത്? സുബിയക്റ്റ് ആണ് വരുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ സുബിയക്റ്റ് യൂസ് ചെയ്തില്ല, അതിന് പകരം സൈറ്റ് അല്ലെങ്കിൽ ഓർട്ട് നമ്മൾ മെൻഷൻ ചെയ്തു. സോ സുബിയക്റ്റ് വെർബിന് ശേഷം ഉടനെ വന്നു. heute gehe ich ins Kino. Okay. Am Wochenende lerne ich Deutsch. Am Wochenende lerne ich Deutsch. Am Wochenende നമുക്കറിയാം ഓൺ വീക്കെൻഡ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ am Wochenende ഫസ്റ്റ് പൊസിഷനിലാണ്. am Wochenende ലേൺ. ലേൺ മീൻസ് എന്താണ്? അതൊരു വെർബാണ്. ലേണൻ എന്ന വെർബിന്റെ കോൺജുഗേഷൻ ആണ്. സോ ലേൺ അവിടെ വെർബാണ്. ich Deutsch. ich എന്നുള്ളത് സുബിയക്റ്റ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ എന്താണ്? സൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ലേൺ വെർബാണ് സെക്കൻഡ് പൊസിഷൻ. ich എന്നുള്ളത് സുബിയക്റ്റ് ആണ്, അത് ഡയറക്ട്ലി ആഫ്റ്റർ ദി വെർബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റെസ്റ്റ് ഓഫ് ദ സെന്റൻസ് എന്താണോ അത് അവിടെ ആഡ് ചെയ്യുക. സോ നമുക്ക് ഒന്നും കൂടെ നോക്കിയാലോ. ഔസാഗെ സെറ്റ്സില് വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും ഉള്ളത്, അതിന് യാതൊരുവിധ ചേഞ്ചും ഇല്ല. വേ ഫ്രാഗയിലും അതേപോലെയാണ്, വെർബ് സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. യാനൈൻ ഫ്രാഗയിലോ, യാനൈൻ ഫ്രാഗയിലാണ് വെർബിന് ചേഞ്ച് വരുന്നത്, അവിടെ ഫസ്റ്റ് പൊസിഷനിലാണ് വെർബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻവേർഷനില് വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷൻ തന്നെയാണ്. ചേഞ്ച് വരുന്നത് ഒന്നെങ്കിൽ സുബിയക്റ്റിന് നമുക്ക് ഫസ്റ്റ് പൊസിഷൻ ഇടാം, അല്ലെങ്കിൽ വെർബിന് ശേഷം ഉടനെ നമുക്ക് സുബിയക്റ്റ് ഇടാം. ഓക്കെ, സോ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ vielen Dank.